വലിയ വിപത്താണ് മലിനീകരണം. അനുദിനം നാം വസിക്കുന്ന ഭൂമിയിലെ വിഭവങ്ങൾ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിനെതിരെയുള്ള മാറ്റം ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഓയിൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന പ്രവർത്തനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. നമ്മുടെ വീടുകൾ, ഹോട്ടൽ, ഭക്ഷ്യ സംസ്കരണശാലകൾ, കാറ്ററിംഗ് യൂണിറ്റ് എന്നിവിടങ്ങളിൽ ഉപയോഗിച്ച പഴകിയ എണ്ണ പലപ്പോഴും നാം മണ്ണിലേക്ക് അശാസ്ത്രീയമായി ഒഴുകിക്കളയുകയും അത് മണ്ണിലേക്കും ജലസ്രോതസ്സുകളിലേക്കും എത്തിച്ചേർന്ന് അവയെ മലിനമാക്കുകയും ചെയ്യും. ഇങ്ങനെ ഭൂമിയെ മലിനമാക്കുന്ന ഉപയോഗശൂന്യമായ എണ്ണയെ എങ്ങനെ ഗുണകരമായി ഉപയോഗിക്കാം എന്ന ആശയമാണ് ഓയിൽ വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റ് എന്ന പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. യൂസ്ഡ് കുക്കിംഗ് ഓയിൽ എങ്ങനെ ഒരു സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതിൻ്റെ ഉത്തരമാണ് ഓയിൽ വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റ്. പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മസേന ശേഖരിക്കുന്നുണ്ടല്ലോ, അതുപോലെ വീടുകൾ, ഹോട്ടലുകൾ, ഭക്ഷ്യ സംസ്കരണശാലകൾ എന്നിവിടങ്ങളിൽ നിന്നും ഉപയോഗിച്ച എണ്ണ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും. തുടർന്ന് ആ പ്രദേശത്തുള്ള ലോക്കൽ ബോഡിയുടെയും സംരംഭങ്ങളുടെയും സഹായത്തോടെ ഒരു ഓയിൽ ഫിൽട്രേഷൻ യൂണിറ്റ് സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. യൂണിറ്റിന്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. മോട്ടോ ഫിൽട്രേഷൻ ടാങ്ക്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫിൽട്രേഷന് വേണ്ടിയുള്ള അരിപ്പ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഫിൽട്രേഷന് വേണ്ടിയുള്ള ഫിൽട്ടർ. തേർഡ് സ്റ്റേജ് ഓഫ് ഫിൽട്രേഷന് വേണ്ടിയുള്ള മൈക്രോഫൈൽ ഫിൽട്ടർ. കളക്ടിംഗ് ടാങ്ക്. യൂസ്ഡ് ഓയിൽ ഫിൽട്രേഷൻ കളക്ടിംഗ് ടാങ്കിലേക്ക് ആദ്യം എത്തുക. അവിടെ നിന്ന് മോട്ടറിന്റെ സഹായത്തോടെ ഫിൽട്രേഷൻ യൂണിറ്റിലേക്ക് എത്തപ്പെടുന്നു. ഫിൽറ്റർ മീഡിയത്തിലൂടെ കടന്നു പോകുന്ന യൂസ്ഡ് ഓയിലിലെ വിവിധ കണങ്ങളെ മൾട്ടിസ്റ്റേജ് ഫിൽട്രേഷൻ ഉപയോഗപ്പെടുത്തി നീക്കം ചെയ്യുന്നു. ഇതിനായി ഫിൽട്രേഷൻ യൂണിറ്റിൽ മൈക്രോഫൈൽ ഫിൽട്രേഷൻ ഉൾപ്പെടെ മൾട്ടിലെയർ പാളികളിലായി അരിപ്പ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഫിൽട്രേഷൻ ചെയ്ത് ലഭിച്ച ഓയിൽ യൂസ്ഡ് ആൻഡ് ഫിൽട്രേറ്റഡ് കുക്കിംഗ് ഓയിൽ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇത് ബയോഡീസൽ പ്ലാന്റിന്റെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നു.